ഹായ് ഗായ്സ്, ഞാൻ അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ കഷ്ടപ്പെട്ട് ഞെക്കി പെട്ടിയിലൊക്കെ സാധനം കയറ്റി വെച്ച് എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? വി ആർ ഗോയിങ് ഫോർ SHP, ദാറ്റ് ഇസ് സെക്കൻഡറി ഹോസ്പിറ്റൽ പോസ്റ്റിംഗ്. ഇത് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. തേർഡ് ഇയർ സ്റ്റുഡൻസിനെ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോട്ട് ക്ലിനിക്കൽ എക്സ്പോഷറിന് വേണ്ടി നമ്മൾ പോകുന്നതായിരിക്കും. എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം ഇസ് നൺ അതർ ദാൻ മധ്യപ്രദേശ്. സോ ഞങ്ങളുടെ ബാച്ചിലെ റാൻഡം ആയിട്ടുള്ള 10 സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവരും കൂടെ മധ്യപ്രദേശ് ഛത്തർപൂർ ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ഒരു നീണ്ട യാത്രയാണ്. ദാറ്റ് ഇസ് കൊച്ചിയിൽ നിന്ന് ബോംബെ ടു ഭോപ്പാൽ, ഭോപ്പാലിൽ നിന്ന് മധ്യപ്രദേശ് ഛത്തർപൂരിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കണക്ഷൻ ആണ്. അത്യാവശ്യം കുറെ മണിക്കൂർ ഞങ്ങൾക്ക് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എങ്ങനെയോ ഞങ്ങൾ ഇരുന്നും നടന്നും കിടന്നും ഒക്കെ നേരം വെളുപ്പിച്ചു. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് വേറെ തന്നെയാണ്. അങ്ങനെ കണക്ഷനൊക്കെ കഴിഞ്ഞ് അവസാനം ഞങ്ങൾ ഭോപ്പാലിലേക്ക് എത്തി. പക്ഷെ ഞങ്ങളെ പോസ്റ്റ് ചെയ്തേക്കുന്ന സ്ഥലം ഛത്തർപൂർ ആണ്. അവിടേക്ക് എത്താനുള്ള ബസ് രാത്രി മാത്രമേ വരൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, ചക്ക വരട്ടിയതും കഴിച്ച് ഞങ്ങൾ ദാണ്ടെ ഒരു ഹോട്ടലിൽ ചെന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. 1.5 ദിവസമായിട്ട് ഫുഡും ഇല്ല, ഉറക്കവും ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കിയില്ല, ഫുഡ് അങ്ങ് ഓർഡർ. ഭോപ്പാലിൽ പിസ്സ കിട്ടുമോ അല്ലെങ്കിൽ KFC കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ സംശയിക്കും. പക്ഷേ കാരണം ഞങ്ങളുടെയൊക്കെ കൺസെപ്റ്റില് ഈ സ്ഥലങ്ങളിലൊന്നും ഇങ്ങനത്തെ ഫുഡുകൾ കിട്ടൂല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പൊ അത് കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് നിങ്ങളെ കാണുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ സമയം വീണ്ടും ഞങ്ങൾ കളഞ്ഞ അവസാനം ഞങ്ങളുടെ ബസ് വന്നിരിക്കുകയാണ്. ഭോപ്പാലിലെ തെരുവ് വീതികളിലൂടെ എല്ലാം നടന്ന് കാര്യം ആദ്യമായിട്ടൊരു സ്ലീപ്പർ ബസ്സിൽ കയറുന്നതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പറയാലോ, ഒരു ബസ് സെറ്റപ്പ് പോലെ തോന്നിയില്ല. അതിനകത്ത് കിടന്ന് ഉറങ്ങുന്ന അത്രയും ക്ഷീണം ഉണ്ടായിട്ടാണെന്നറിയില്ല. പക്ഷെ കിടന്ന ഉടനെ ഞങ്ങൾ എല്ലാവരും ഫ്ലാറ്റായി. കാരണം അത്രയും കംഫർട്ടബിൾ ആയിരുന്നു. അവിടെ എത്തിയത് ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ എത്തിപ്പെട്ട അന്തരീക്ഷം വളരെ വ്യത്യസ്തകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് എന്താ ഏതാ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇനി ഒരു 2 ആഴ്ച ഇവിടെ തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഛത്തർപൂരിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ബൈ.